നോക്കൂ സാറിനെ, ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു 2016 2021 ആ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം 3-ാം സ്ഥാനത്താണല്ലോ ഈ പറയുന്ന മണ്ഡലത്തിൽ. ആ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയെ 1-ാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണല്ലോ സരിനിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വോട്ട് സരിനിലേക്ക് വരണം. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പൂർണ്ണമായും നിങ്ങൾക്ക് കിട്ടും എന്നുറപ്പായാൽ കോൺഗ്രസിൽ നിന്നാണ് പിന്നെ ഈ വിജയിപ്പിക്കേണ്ട വോട്ട് വരേണ്ടത്. അതിനൊരു സാധ്യതയുണ്ടോ സാർ? ഞാൻ ഉണ്ണിയേട്ടനോട് ഒരു പേഴ്സണൽ കണക്ട് ചെയ്യാനുള്ള ഒരു കാര്യം പറയാണ്. കഴിഞ്ഞ ജൂൺ 4 ശേഷം ഉണ്ണിയേട്ടൻ ഒരാൾ APCC പ്രസിഡന്റിന്റെ ഫോൺ കൈമാറി. അതെ, ഓർമ്മയുണ്ടാവും. സരിനാണ് എന്നെ വിളിക്കുന്നത്. ഒരു കാരണമുണ്ട്, ഉണ്ണിയേട്ടൻ അറിയാം. 1.5 മാസത്തോളം ഈ മനുഷ്യൻ ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് നിങ്ങളുടെ എഡിറ്റോറിയൽ ഡിസ്കഷനിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു പത്രപ്രവർത്തകൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ KPC പ്രസിഡന്റിനോട് പറഞ്ഞു, ഉണ്ണിയേട്ടനെ ഒന്ന് വിളിക്കണം. എന്നിട്ട് ഞാൻ വിളിച്ചു കൊടുത്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചോദ്യത്തിലേക്ക് വരികയാണ്, അതിൻ്റെ ഉത്തരത്തിലേക്ക്. 2016 ഞാൻ ജോലി രാജിവെച്ച് പൊതുപ്രവർത്തനം തിരഞ്ഞെടുക്കുമ്പോഴും ഞാൻ വന്നത് ഏറ്റവും എളുപ്പം നടക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയല്ല. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്തെടുക്കാൻ, അവനവൻ്റെ പങ്ക് നിർവഹിക്കാൻ തന്നെയാണ്. കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ്, ഇന്ത്യയിൽ 2 വർഷമായി BJP അവരുടെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യം, ആ സമയത്ത് ഇടതിലേക്കോ BJPയിലേക്കോ പോവുക എന്നുള്ള എളുപ്പത്തിലുള്ള ഓപ്ഷനുകൾ മുന്നിലിരിക്കുമ്പോൾ ഒരു തീരുമാനം, ഒരു കൺവിക്ഷൻ്റെ പുറത്തെടുത്ത ഒരു മനുഷ്യനാണ് ഞാൻ. അന്ന് ഞാനെടുത്ത തീരുമാനങ്ങൾ എവിടെയെങ്കിലും പാരച്യൂട്ട് ചെയ്തിട്ട് നമ്മളെ കെട്ടിയിറക്കി അങ്ങനെ കൊണ്ടുവരണം എന്നല്ല. ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റിക്കിംഗ് എന്നുള്ള വാക്ക് ഈ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളെ എൻഗേജ് ചെയ്യുക, ഒപ്പീനിയൻ ഫോം ചെയ്യുക, കൂടെ നിർത്തുക. പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുമ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിൽ ജനാധിപത്യ ബോധത്തിൽ നിന്ന് ജനങ്ങൾ ചിന്തിച്ചു വോട്ട് ചെയ്യും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വന്നു എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് ചർച്ചയാക്കാമെന്നും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയായതിനു ശേഷം. അതിൽ 2ലും വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിപൂർണ ബോധ്യത്തിൽ ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 4 ആഴ്ച കൊണ്ട് ജനങ്ങൾ ഇവിടെ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന പാർട്ടിക്കല്ല വോട്ട് ചെയ്യുന്നത്, ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന പാർട്ടിക്കാണ്. അവിടെ മുൻപുണ്ടായിരുന്ന സ്ഥാനം നമ്മുടെ ചർച്ചകളിൽ മാത്രമാണ് വിലപ്പോകുന്നത്. ജനങ്ങളുടെ മനസ്സിലെ സ്ഥാനം ഒന്നാമതായി കഴിഞ്ഞ ഒരു LDFന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. വട്ടിയൂർക്കാവ് ആവർത്തിക്കുമോ? വട്ടിയൂർക്കാവിൻ്റെ രീതിയിലല്ല ആവർത്തിക്കുക. പാലക്കാട് ഒരു പുതിയ മോഡൽ നമ്മുടെ മുമ്പിലേക്ക് തരും. ഏകപക്ഷീയമായ വിജയം LDFന് പാലക്കാട് ഉണ്ടാകും. സരിൻ വന്ന ശേഷം ഇപ്പോൾ ഈ പറഞ്ഞതുമാതിരി ഇതുവരെ 3-ാം സ്ഥാനത്താണെങ്കിലും സരിൻ വന്ന ശേഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ളത് വലിയ ചർച്ചയായിട്ടുണ്ട് എന്നും സരിൻ പറയുന്നത് തിരിച്ചു പറയുന്നതും ഇത് തന്നെയാണെന്നും വാർത്തയായി വരുന്നത്. പക്ഷേ LDFന് വെച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ടല്ലോ, BJP കോൺഗ്രസ് ഡീൽ എന്നൊരു ആരോപണം. അപ്പോൾ ഈ സന്ദീപ് വന്നതോടുകൂടി ആ ഡീൽ എന്ന ആരോപണം അവിടെ പൊളിയുകയാണോ എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, സന്ദീപ് ഇനി വരുമ്പോൾ സന്ദീപിന് ഇനി സീറ്റ് കൊടുക്കാൻ പോകുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. സരിന് മത്സരിച്ച സീറ്റ് കിട്ടാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. അതിനോടുള്ള പ്രതികരണം? ഞാനതിൽ നേരിട്ട് പ്രതികരിക്കാൻ ഒന്നാമത് ആഗ്രഹിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ 3-4 ദിവസങ്ങൾക്ക് മുന്നേ നടക്കുന്ന നാടകങ്ങൾ കൊണ്ട് പാലക്കാടൻ വോട്ടർമാരുടെ മനസ്സ് മാറ്റാമെന്ന് പറവൂരുകാരന് പറഞ്ഞു കൊടുത്തത് ആരാന്ന് എനിക്കറിയില്ല. ആ പറച്ചിലിൽ, അത് കേട്ടതിൽ, അത് നടപ്പിലാക്കിയതിൽ ഒക്കെ ചെറിയ അബദ്ധം സംഭവിച്ചു എന്ന് 23-ാം തീയതി മനസ്സിലാകും. ഒരു ജനവിധിയെയും അട്ടിമറിക്കാൻ ജനാധിപത്യ ബോധമുള്ള കേരളത്തിൽ സാധിക്കില്ല. ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു, സാഹചര്യങ്ങളുണ്ടായിരുന്നു, സമയങ്ങളുണ്ടായിരുന്നു, ഒക്കെ ചെയ്യാമായിരുന്നു. സന്ദീപ് എത്രയോ കാലമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ്, ജനങ്ങളുടെ തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു ടൈമിംഗ് കൊണ്ട് സാധിക്കുമെന്നാണ് കരുതുന്നതെങ്കിൽ പാലക്കാടൻ ജനതയുടെ തീരുമാനത്തെ ആ ടൈമിംഗ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ഇത് രാജിവെച്ചപ്പോൾ, ഇവിടുത്തെ MLA ഇത് രാജിവെച്ചപ്പോഴത്തെ ടൈമിംഗാണ്. വെറും 3000 വോട്ടിന് ജയിച്ചു നിൽക്കുന്ന ഒരു സ്ഥാനം പുല്ലുപോലെ കളഞ്ഞ് വിലയേറിയ വോട്ടുകൾ കൊണ്ട് വിജയിച്ചു കയറിയ ഒരാൾക്ക് ജനങ്ങൾക്ക് വിലയില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ജനങ്ങൾ തീരുമാനിച്ച ചില കാര്യങ്ങളുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും ഇതുപോലെയൊക്കെ നടത്തിയെടുത്ത് അത് വോട്ടായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. CPM സ്വാഗതം ചെയ്തിരുന്നു സന്ദീപിന്. ഞാൻ അറിയുന്ന വിഷയങ്ങളല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയിലാണ്. പരാമർശങ്ങൾ വ്യക്തിപരമായി ഉണ്ടാവാം, അതൊരു പാർട്ടി എന്നുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. എന്തായാലും മുൻകാല അനുഭവങ്ങളും മുൻകാല പ്രസ്താവനകളും മുൻകാല പ്രവർത്തന രീതിയുമൊക്കെ അറിയുന്ന ഒരാളാണ് സന്ദീപ്. CPMനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിലൊക്കെ ഏറ്റുപറച്ചിലുകൾ നടത്താതെ, അല്ലെങ്കിൽ അതിലൊക്കെ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി പറയാതെ ഒന്നും ഒരിക്കലും ഇടതുപക്ഷത്തേക്ക് വരിക അത്ര എളുപ്പമായിരിക്കില്ല. എളുപ്പത്തിൽ അങ്ങനെ പോകാൻ പറ്റുന്ന ഒരിടമുണ്ടെങ്കിൽ അങ്ങോട്ട് പോയതിനെ
ഞാൻ എന്താ പറയുക?